പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വന്ദേമാതരം ദേശീയ ഗീതം രചനയുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. സ്വാഭാവികമായും ഭരണപക്ഷം ഇത് ദേശീയതയുടെയും അവരുടെ രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷം ചർച്ചയിൽ ഉന്നയിച്ചത് ഇത് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ മറച്ചുപിടിക്കാനുള്ള ശ്രമമായിട്ടാണ്. പ്രതിപക്ഷ നിരയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസംഗത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന് നമുക്ക് നോക്കാം. വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധി മോദിയുടെ കപട വന്ദേമാതര പ്രമേയത്തെ തുറന്നു കാട്ടിയാണ് ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായിരുന്നു ആ വാക്കുകൾ എന്ന് നോക്കിയാൽ, ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ള അവസരം നൽകിയതിന് ഞാൻ താങ്കളോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു സാധാരണ വിഷയം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാവിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആ ആവേശത്തിന്റെ ജീവസുറ്റ പ്രതീകമാണ്. പാരതന്ത്രത്തിന്റെ ദുരന്തത്തിൽ മയങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ ജനതയെ ഉണർത്തിയത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ തലയുയർത്തി നിന്ന് സത്യത്തിന്റെയും അഹിംസയുടെയും ധാർമ്മിക ആയുധങ്ങളുമായി പോരാടാൻ അവർക്ക് ധൈര്യം നൽകിയത് ആ മഹാമന്ത്രമാണ് വന്ദേമാതരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വന്ദേമാതരം എന്ന് നാം ഉരുവിടുമ്പോൾ ഒരു വികാരം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴുവൻ ചരിത്രവും, അതിന്റെ വേദനയും സമരവും ധൈര്യവും ധാർമ്മിക ശക്തിയും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം അതിനു മുന്നിൽ തകർന്നു വീഴുന്നു. ആ മഹാശക്തിയുടെ ഓർമ്മയാണ് ആ ഗീതം. വന്ദേമാതരം ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആദ്യത്തെ ശക്തമായ ആവിഷ്കാരമാണ്. ഇന്ത്യൻ ജനതയെ ഒരു പൊതു രാഷ്ട്രീയ ധാർമ്മിക ആകാംക്ഷയിൽ ഒന്നിപ്പിച്ചു. ഒരു പൊതു വർത്തമാനത്തിന്റെ അവകാശികളും ഒരു പൊതുഭാവിയുടെ നിർമ്മാതാക്കളുമായി അവരെ മാറ്റി. പക്ഷേ ഇന്നത്തെ ഈ ചർച്ച എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഈ ഗാനം ഇപ്പോൾ രാജ്യത്തിന്റെ ആത്മാവിന്റെ ഭാഗമായി കഴിഞ്ഞു. 150 വർഷങ്ങളായി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ഇത് പുഷ്പവൃഷ്ടി നടത്തുന്നു. 75 വർഷങ്ങളായി നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട്. എന്നിട്ടും ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച വേണമെന്ന് ഇവിടെ പറയാനുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? ജനങ്ങൾ നമുക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ജനങ്ങളുടെ വിശ്വാസം, അതൊക്കെ നാം ഇങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ദേശീയ ഗാനത്തെ പറ്റി പോലും ഈ സഭയിൽ വാദപ്രതിവാദം നടത്തേണ്ട ഘട്ടമാണോ ഇത്? താങ്കൾ തന്നെ ചർച്ച ആവശ്യപ്പെട്ടു. ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് ചർച്ച വേണമെന്ന് താങ്കൾ ആവശ്യപ്പെട്ടില്ല. ഇതിന്റെ കാരണം എന്താണ്? ഇന്ന് നമ്മളിവിടെ ചർച്ച നടത്തുന്നത് 2 കാരണങ്ങൾ മാത്രമുള്ളതെന്ന് ഞാൻ പറയുന്നു. ഒന്നാമത്തേത്, ബംഗാൾ തിരഞ്ഞെടുപ്പ് അടുത്താണ്. പ്രധാനമന്ത്രിജി അതിൽ തന്റെ പങ്ക് വഹിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ പുതിയ ആരോപണങ്ങൾ കെട്ടിവെക്കാനും ജനങ്ങളുടെ ശ്രദ്ധ ജ്വലിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചുവിടാനുമാണ് ഈ നാടകം. അതാണ് താങ്കളുടെ ഏക ലക്ഷ്യം. നമ്മൾ വീണ്ടും പഴയ കാലത്ത് തന്നെ കറങ്ങി നടക്കണം. കഴിഞ്ഞു പോയതിലേക്ക് മാത്രം നോക്കണം. കാരണം ഈ സർക്കാരിന് വർത്തമാനവും ഭാവിയും നോക്കുവാനുള്ള കഴിവോ ഇച്ഛയോ ഇല്ല. സത്യം ഇതാണ്, ഇന്നത്തെ മോദിജി പഴയ മോദിജിയല്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. നയങ്ങൾ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു. ഭരണപക്ഷത്തെ എന്റെ സുഹൃത്തുക്കൾ മിണ്ടാതിരിക്കുന്നത് അകമേ അവരും ഇതിൽ യോജിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരല്ല. യുവാക്കൾ വിഷമത്തിലാണ്. പേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സ്ത്രീ സുരക്ഷ, റിസർവേഷൻ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നില്ല. പക്ഷേ വന്ദേമാതരത്തെ കുറിച്ച് 10 മണിക്കൂർ ചർച്ച വേണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രധാനമന്ത്രിജി നല്ല പ്രസംഗം നടത്തുന്നുണ്ട്. അത് മടിക്കാതെ പറയാം. അല്പം നീണ്ടതാണെങ്കിലും നല്ല പ്രസംഗമാണ്. പക്ഷേ വസ്തുതകളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ദുർബലനാണ്. ഞാൻ പുതിയൊരാളാണ്, കലാകാരിയല്ല. അതുകൊണ്ട് ഞാൻ വസ്തുതകൾ മാത്രം വെക്കാം. ഉദാഹരണത്തിനായിട്ട്, ഒന്നാമത്തേത്, പ്രധാനമന്ത്രിജി പറഞ്ഞു 1896-ൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചത് ഒരു സമ്മേളനത്തിലാണെന്ന്. ഏത് സമ്മേളനമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് കൽക്കട്ടയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമായിരുന്നു. ഹിന്ദു മഹാസഭയുടേതോ RSSന്റേതോ അല്ല. യഥാർത്ഥ കാലക്രമം നോക്കിയാൽ 1875-ല് ബങ്കിം ചന്ദ്ര ചറ്റർജി ആദ്യത്തെ 2 പല്ലവികൾ മാത്രം എഴുതി. അതായത് ഇന്നത്തെ ദേശീയ ഗീതം. 1882 ആനന്ദമഠ് നോവലിൽ ആ കവിത ഉൾപ്പെടുത്തി. അപ്പോൾ 2 ഖണ്ഡികകൾ കൂടി ചേർത്തു. അങ്ങനെ നോക്കുമ്പോൾ ആകെ 4 വരികൾ. 1896-ൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗുരുദേവ് ടാഗോർ ആദ്യമായിട്ട് അത് പാടി. 1905-ൽ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൽ വന്ദേമാതരം തെരുവിലെ മുദ്രാവാക്യമായി. അങ്ങനെ 1937-ലെ സത്യം എന്തെന്ന് പറഞ്ഞാൽ, 37 ഒക്ടോബർ 17-ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെഹ്റുജിക്ക് കത്തെഴുതി വിഷയം ചർച്ച ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടു. 20-ാം തീയതി ഒക്ടോബറിൽ നെഹ്റുജി മറുപടി കത്തിൽ പറഞ്ഞു, ഇപ്പോഴത്തെ വന്ദേമാതരം വിരോധം കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. എന്നാലും യഥാർത്ഥ വേദനകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വേണം. പിന്നീട് നെഹ്റുജി ശാന്തിനികേതനിൽ ഗുരുദേവിനെ കണ്ടു. ഗുരുദേവ് കത്തെഴുതി,
എപ്പോഴും ആലപിച്ചിരുന്ന ആദ്യ രണ്ട് പല്ലവികൾക്ക് ഇത്ര ആഴമുള്ള പ്രാധാന്യമുണ്ട്. പിന്നീട് ചേർത്ത ഖണ്ഡികകൾക്ക് സാമ്പ്രദായിക അർത്ഥം ആരോപിക്കപ്പെടാം. അതുകൊണ്ട് അവ ഒഴിവാക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 1937 ഒക്ടോബർ 28-ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, അതായത് മഹാത്മാഗാന്ധി, നേതാജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ടാഗോർ എല്ലാവരും ഉണ്ട്. ആദ്യ രണ്ട് പല്ലവികൾ മാത്രമാണ് ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. തുടർന്ന് 1950 ജനുവരി 24-ൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജി ഭരണഘടനാ സഭയിൽ ആ രണ്ട് പല്ലവികൾ മാത്രമാണ് ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചത്. അന്ന് ഡോക്ടർ അംബേദ്കറും ശ്യാമപ്രസാദ് മുഖർജിയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആർക്കും എതിർപ്പുകളുമില്ലായിരുന്നു. ഇന്ന് ഭരണഘടനാ സഭ അംഗീകരിച്ച വന്ദേ മാതരത്തെ വിഭജന മനോഭാവം കൊണ്ട് മുറിച്ചു. ഇന്ന് ആരോപിക്കുന്നത് ഗാന്ധിജിയെയും ടാഗോറിനെയും അംബേദ്കറെയും സർദാർ പട്ടേലിനെയും നേതാജിയെയും എല്ലാവരെയും അപമാനിക്കലാണ്. ഭരണഘടനയ്ക്കെതിരായ തുറന്ന ആക്രമണമാണിത്. ഞാൻ ചെറിയൊരു ഉപദേശം മാത്രം പറയാം. പ്രധാനമന്ത്രിജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷം എന്നെ 99 തവണ അപമാനിച്ചു എന്നൊരു ലിസ്റ്റ് ഇറക്കിയിരുന്നു. അതുപോലെ നെഹ്റുജിയോടുള്ള എല്ലാ പരാതികളും, പരിഹാസങ്ങളും, അപമാനങ്ങളും അടങ്ങിയ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. 999 ആയാലും 9999 ആയാലും. പിന്നെ ഒരു ദിവസം നിശ്ചയിക്കാം 10 മണിക്കൂർ, 20 മണിക്കൂർ, 40 മണിക്കൂർ, അങ്ങനെ എത്ര വേണമെങ്കിലും. ഒരിക്കൽ കൂടി ആ അധ്യായം അടച്ചുപൂട്ടാം. രാജ്യം കേൾക്കട്ടെ. പിന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പേപ്പർ ലീക്ക്, സ്ത്രീ സുരക്ഷ, റിസർവേഷൻ, യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. വന്ദേ മാതരം ഈ രാജ്യത്തിന്റെ ഓരോ അണുവിലും ജീവിക്കുന്നു. അതിനെ വിവാദമാക്കി രാജ്യത്തിന്റെ ആത്മാവിനെ അപമാനിക്കുന്നത് മഹാപാപമാണ്. കോൺഗ്രസ് പാർട്ടി ഈ പാപത്തിൽ പങ്കാളിയാകില്ല. വന്ദേ മാതരം എന്നും നമുക്ക് പ്രിയവും പവിത്രവുമാണ്. എന്നും അങ്ങനെ തന്നെ തുടരും.